മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് അശോകൻ. നന്നേ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലെത്തിയ നടനാണ് അദ്ദേഹം. പത്മരാജനാണ് അശോകനെ കൈപിടിച്ച് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ പത്മരാജൻ, ഭരതൻ, അടൂർ ഗോപാലകൃഷ്ണൻ, KG ജോർജ് തുടങ്ങിയ പ്രതിഭാശാലികളുടെ സിനിമകളിൽ അഭിനയിക്കാൻ അശോകന് സാധിച്ചു. നായകനായി മാത്രമല്ല, വില്ലനായും സഹനടനായും കൊമേഡിയനുമായുമെല്ലാം അശോകൻ കയ്യടി നേടിയിട്ടുണ്ട്. ഹരിഹർ നഗർ പോലുള്ള ഐക്കോണിക് വിജയങ്ങളുടെ ഭാഗമായി മാറാനും അദ്ദേഹത്തിന് സാധിച്ചു. അതേസമയം ഒരിടയ്ക്ക് സിനിമയിൽ നിന്നും നീണ്ടൊരു ഇടവേള എടുത്തിരുന്നു അശോകൻ. ഇപ്പോഴിതാ മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം മനസ്സ് തുറന്നത്. 1996 ശേഷം 10 വർഷത്തോളം ഞാൻ സിനിമകളുടെ എണ്ണം കുറച്ചു. സത്യം പറഞ്ഞാൽ നിശബ്ദനായി എന്ന് വേണം പറയാൻ. ഇക്കാലത്ത് ഞാൻ ചില സീരിയലുകളിലും അഭിനയിച്ചിരുന്നു. അതിനിടെ ഏതെല്ലാമോ ചില സിനിമകളിൽ അഭിനയിച്ചെന്നു മാത്രം. സിനിമയിൽ എൻ്റെ രണ്ടാം ഇന്നിങ്സ് 2006-2007 കാലഘട്ടത്തിലാണ്. റാഫി മെക്കാർട്ടിൻ സംവിധാനം ചെയ്ത ഹലോ എന്ന സിനിമയിൽ ഒരു അതിഥി വേഷം ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അശോകൻ പറഞ്ഞു. അതിഥി വേഷം എന്ന് പറഞ്ഞപ്പോൾ താല്പര്യമില്ലെന്ന് ഞാൻ മറുപടി നൽകി. ഇനി ഹരിഹർ നഗർ മുതൽ സിദ്ദിഖ് ലാലിൻ്റെ അസിസ്റ്റൻ്റായി ജോലി ചെയ്ത ആളാണ് റാഫി. അവരെന്നെ വിളിക്കുമ്പോൾ ഒരു പ്രധാന വേഷം എനിക്ക് തരേണ്ടതല്ലേ എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഗസ്റ്റ് വേഷത്തിലേക്ക് വിളിച്ചതിൽ പരിഭവം തോന്നി. കുറെ കഴിഞ്ഞപ്പോൾ റാഫി എന്നെ വിളിച്ചുവെന്നും അശോകൻ പറയുന്നു. ഒരു സീനുണ്ട്, അശോകൻ തന്നെ അത് ചെയ്യണം. ചെറിയ സീനാണെങ്കിലും പ്രധാനപ്പെട്ടതാണ്. അശോകൻ ചെയ്താലേ ശരിയാകൂ. സംവിധായകൻ നേരിട്ട് വിളിച്ചപ്പോൾ എനിക്ക് പിന്നെ ഇല്ലെന്ന് പറയാൻ തോന്നിയില്ല. ആ സിനിമ റിലീസ് ചെയ്തപ്പോൾ തിയേറ്ററിൽ വലിയ കയ്യടി നേടിയ രംഗമായിരുന്നു അത്. നീ സാബുവല്ലേട എന്ന ഡയലോഗ് ഇപ്പോഴും ആളുകൾ പറയാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഇന്നത്തെ പല പുതുമുഖ സംവിധായകർക്കൊപ്പവും ഞാൻ അഭിനയിക്കുന്നുണ്ട്. എൻ്റെ ആദ്യകാല സിനിമകളിലെ കഥാപാത്രങ്ങളോടാണ് അവർക്കൊക്കെ ഇഷ്ടം. നായകനായും വില്ലനായും ഹാസ്യതാരമായും അഭിനയിച്ചു. കാലമൂല്യമുള്ള സിനിമകളുടെയും വാണിജ്യ ചിത്രങ്ങളുടെയും ഭാഗമായി അടുത്ത കാലത്ത് അഭിനയിച്ച മാസ്റ്റർ പീസ് എന്ന വെബ് സീരീസിലെ കുര്യച്ചൻ കഥാപാത്രത്തിന് വലിയ സ്വീകാര്യത കിട്ടിയെന്നും അദ്ദേഹം പറയുന്നു. ഇനിയും പുറത്തിറങ്ങാൻ കുറേ സിനിമകളുണ്ട്. നവാഗതനായ പ്രവീൺ ചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന പേരില്ലൂർ പ്രീമിയം ലീഗ്സ് എന്ന വെബ് സീരീസ്, വിക്കി തമ്പി സംവിധാനം ചെയ്യുന്ന ജമാലിൻ്റെ പുഞ്ചിരി, ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്യുന്ന കിഷ്കിന്ദ കാണ്ഡം, ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന ജയ് ഗണേശ് എന്നിവയാണ് റിലീസിന് ഒരുങ്ങുന്നവയെന്നും അശോകൻ പറയുന്നു.